പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ദിവികാരണ ഈശോയുടെ തീർത്ഥാടന ദേവാലയമായ വിളക്കന്നൂരിലേക്ക് സ്നേഹ സ്വാഗതം. 2013 നവംബർ 15 തീയതിയാണ് രാവിലത്തെ പ്രഭാത ദിവ്യബലി അർപ്പണമധ്യേ പ്രകാശന പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയില് ഈശോയുടെ തിരുമുഖം തെളിഞ്ഞത്. ദൈവത്തിന്റെ ഈ വലിയൊരു അത്ഭുതം ധാരാളം ദൈവജനത്തെ ഈ തീർത്ഥാടനാലയത്തിന്റെ പുണ്യഭൂമിയിലേക്ക് ഓരോ ദിനവും കടന്നു വരുവാനായിട്ട് ഇടയാക്കുകയുണ്ടായി. തിരുസഭയുടെ വിവിധങ്ങളായിട്ടുള്ള പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം ഈ കഴിഞ്ഞ 2025 മെയ് 31 തീയതി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായ ജിറേലി പിതാവ് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുകയും അന്നു മുതൽ ഈ ദേവാലയത്തിലേക്ക്, തീർത്ഥാടന ആലയത്തിലേക്ക് ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി ധാരാളം ദൈവജനം ഓരോ ദിനവും ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും കൃതജ്ഞത സമർപ്പണവും ഒക്കെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഓരോ ദിനവും ഇവിടെ നടക്കുന്ന അനുഭവങ്ങളുടെ പങ്കുവെക്കലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ചരിത്രത്തില് കലാകാരന്മാരുടെ ഭാവനയിൽ വിരിയാത്ത 3 ദിവ്യകാരുണ്യ ചിത്രങ്ങളാണ് ഉള്ളത്, ഈശോയുടെ തിരുമുഖങ്ങളാണ് ഉള്ളത്. ഒന്ന് വെറോനിക്കയുടെ തുവാലയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖവും തിരുക്കച്ചയിൽ പൊതിഞ്ഞ ഈശോയുടെ തിരുമുഖവും, മൂന്നാമതായി 2013 നവംബർ 15 തീയതി ഈ ദേവാലയത്തിൽ ദിവ്യകാരുണ്യത്തിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖവുമാണ്. നമുക്കും പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹപൂർവ്വം ഈ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ, പ്രാഥമിക കാര്യങ്ങൾക്കായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഈ പുണ്യഭൂമിയിലേക്ക് അനുഗ്രഹീതരാകുവാൻ, ദിവ്യകാരുണ്യ ഈശോയുടെ പ്രേക്ഷിതരായി തീരുവാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്റെ നാമം വിളിച്ചു കൂടുമ്പോൾ